ഹലോ, അൻഷാറാണ്. എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ നല്ലൊരു പ്രഭാഷകനായിരുന്നു. വളരെ മനോഹരമായി സംസാരിക്കും, നല്ല ഭാഷ, നല്ല അവതരണം, വിഷയത്തിൽ അഗാധമായ പാണ്ഡിത്യം. ഞാൻ അന്നിങ്ങനെ ഞാനല്ല എല്ലാവരും ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചു ഇയാളൊരു വലിയ പ്രഭാഷകനായി മാറും, ഇവൻ നാളെ ഒരു 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 താര പ്രഭാഷകനായി മാറും. അങ്ങനെ നമ്മൾ പഠനമൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും പല വഴിക്കായി. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ നമ്മൾ ഈ പ്രഭാഷണ മേഖലയിലൊക്കെ വന്നപ്പോൾ നമ്മൾ അയാളെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ ഇന്ന് അയാൾ എവിടെയുമില്ല. ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾക്കിടയിൽ അദ്ദേഹം കുടുംബവുമായിട്ട് ഇങ്ങനെ ഒതുങ്ങിക്കൂടി ജീവിക്കുകയാണ്. ആ പ്രഭാഷകൻ എന്ന ആ ഒരു മേൽവിലാസം മാഞ്ഞു പോയിരിക്കുന്നു. ഇപ്പം അങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? നല്ല കഴിവുള്ള ആളാണ്, നല്ല പ്രഭാഷകനായിരുന്നു, പക്ഷേ ഇന്ന് എവിടെയും ജീവിതത്തിൽ എത്തിയില്ല. അപ്പോൾ എൻ്റെ ഒരു ജീവിതത്തിലേക്ക് ഞാൻ വന്നപ്പം എനിക്ക് ചെറുപ്പത്തിൽ സംസാരിക്കാനൊന്നും കഴിയില്ലായിരുന്നു. ഞാൻ സംസാരിച്ചാൽ ഒരു 10% പോലും മനസ്സിലാവില്ല, കാരണം എനിക്ക് ഈ മുച്ചലുള്ളതുകൊണ്ട്. അപ്പോൾ ആളുകൾ എന്നെ ഇങ്ങനെ കളിയാക്കും, കോൺഫിഡൻസും ഇല്ല. അപ്പം ഞാൻ എൻ്റെ വായ തുറക്കാറില്ല. അപ്പം മനസ്സിൽ ഒരു പ്രഭാഷകനാകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതൊരു വലിയ അഹങ്കാരമായിരുന്നു, കാരണം സംസാരിക്കാൻ കഴിയാത്ത, സംസാരിച്ചാൽ 10% പോലും ക്ലാരിറ്റി ഇല്ലാത്ത ഒരാളുടെ സ്വപ്നമാണ് നല്ലൊരു പ്രഭാഷകനാകണമെന്ന്. അത് ഏറ്റവും വലിയൊരു അഹങ്കാരമാണല്ലോ അങ്ങനെ പറയുമ്പോൾ. അങ്ങനെ ആയിരുന്നു എൻ്റെ ജീവിതം. അങ്ങനെ ഗൾഫിലൊക്കെ വന്ന് ഞാൻ ഒരു ടോസ്റ്റ് മാസ്റ്റർ ക്ലബിൻ്റെ ഭാഗമായിട്ട് മാറുന്നു, വിശദം ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബ്. അപ്പോൾ ആ ക്ലബിൽ പോയത് പ്രഭാഷകനാകണമെന്ന ലക്ഷ്യം വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ ചെന്ന് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ അവിടെ നല്ല കഴിവുള്ള വ്യത്യസ്തമായ വലിയ പ്രൊഫഷണൽസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ നല്ല പ്രസംഗമാണല്ലോ, ഉഷാറാണല്ലോ, ലാംഗ്വേജ് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാണ്ട്, പിന്നെ ഉഷാറാണ്, ഒന്നൊന്ന് സെറ്റാക്കാണ്ട് അടിപൊളിയാവും, നല്ല കഴിവുണ്ട് നിങ്ങൾക്ക്, ടാലൻ്റ് ഉണ്ട് നിങ്ങൾക്ക്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാൾ പറയുന്നത്. അതിന് മുമ്പ് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. കഴിവുണ്ട്, ഉഷാറാണ്, ടാലൻ്റ് ഉണ്ട്, ഇതൊന്ന് ഉഷാറാക്കിയെടുക്കണം. അത് എനിക്കൊരു നല്ല ഒരു ബോധോദയമായിരുന്നു. പിന്നെ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കോമ്പറ്റീഷനൊക്കെ വരുന്നു. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ ഈ ക്ലാസ് വിട്ടാൽ മതി, അപ്പോൾ കുറേ ആൾക്കാർ കേൾക്കും. അപ്പോൾ ഞാനന്ന് ഈ പ്രവാസികളുടെ വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. പ്രവാസിയുടെ സാമ്പത്തിക അച്ചടക്കം, എങ്ങനെ സാമ്പത്തികമായിട്ട് വളരാം, എങ്ങനെ പിന്നെ പാസീവ് ഇൻകം ഉണ്ടാക്കാം, ഈ ഗൾഫിൽ നിന്നൊക്കെ റിട്ടയർമെൻ്റൊക്കെ വേണമല്ലോ, ഒരു ജീവിതം വേണമല്ലോ, ഇതൊക്കെ ആയിരുന്നു എൻ്റെ പ്രസംഗത്തിൻ്റെ തീം. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, കുറേ ആളുകൾ ജോയിൻ ചെയ്തു. അതിൽ എല്ലാ ദിവസവും രാവിലെ ഞാൻ എൻ്റെ ഒരു വോയിസ് അതിൽ റെക്കോർഡ് ചെയ്ത് വിടും. ആ വോയിസിന് കമൻ്റ് അടിക്കും, ആളുകൾ ഇഷ്ടമാണെന്ന് പറയും, ഉഷാറാണ്, നല്ല പ്രസംഗം, ഇതുവരെ കേൾക്കാത്ത പ്രസംഗം എന്നൊക്കെ പറഞ്ഞ് എന്നെ ആളുകൾ മോട്ടിവേറ്റ് ചെയ്യും. അതിലുള്ള ഒരാൾ എന്നൊരു പ്രോഗ്രാമിന് വിളിച്ചാൽ വരുമോ എന്ന് ചോദിച്ചു. ഞാൻ ആദ്യമായിട്ട് പ്രോഗ്രാമിന് പോയി ഒരു വലിയ സദസ്സിനെ അഭിമുഖീകരിച്ച് സംസാരിച്ചു. അങ്ങനെ അവിടുന്ന് വേറെ ഒരു പ്രസംഗം കിട്ടി. അങ്ങനെ അവിടെ പോയി സംസാരിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു, യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയാൽ നന്നാവും, ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടാൽ നന്നാവും. അങ്ങനെ അതിങ്ങനെ ഇട്ടു. അങ്ങനെ ആ ഒരു യാത്രയാണ് ഇന്ന് ഗോക്വി എന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നിടത്തേക്ക് നമ്മൾ എത്തിച്ചത്. ഇപ്പോൾ ഗോക്വി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതൊരു ഹെയ്സ് ട്രെയിനിങ് ആണ്. അപ്പം അങ്ങനെ അവിടുന്ന് സംസാരിച്ച് വന്നിട്ടാണ് ഇന്ന് ഗോക്വിയുമായി നമ്മൾ ബിസിനസ് ഓണേഴ്സുമായി സംസാരിക്കുന്നത്, വലിയ സെയിൽസ് പ്രൊഫഷണൽസുമായി സംസാരിക്കുന്നത്. കമ്പനിയുടെ സെയിൽസ് എങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് നിലനിർത്താം, എങ്ങനെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാം, സെയിൽസ് എങ്ങനെ കൂട്ടാം, വലിയ വലിയ സെയിൽസ് എങ്ങനെ കണ്ടെത്താം, ഇതൊക്കെയാണ് നമ്മൾ സെയിൽസ് ട്രെയിനിങ് ഗോക്വി എന്ന ഒരു സെയിൽസ് കോച്ചിങ്ങിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ എത്താൻ പറ്റി, എന്തുകൊണ്ട് എൻ്റെ സുഹൃത്തിന് എന്നെക്കാൾ കഴിവുള്ള, നല്ല പ്രഭാഷണ കഴിവുള്ള, മികവുള്ള, എന്നെക്കാൾ മുമ്പ് പ്രസംഗിച്ചു തുടങ്ങിയ എൻ്റെ സുഹൃത്തിന് എത്താൻ പറ്റിയില്ല. 3 പ്രധാനമായ കാര്യങ്ങളാണ് ഞാൻ ഈ കഥയിൽ പറഞ്ഞത്. ഒന്ന്, നല്ല ഒരു പോസിറ്റീവ് സർക്കിളിൽ എത്തിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കഴിവ് മാത്രം ഉണ്ടായാൽ പോരാ, നീ വളരണം, നീ ഉഷാറാവണം, നീ അവിടെ എത്തണം, നിനക്ക് കഴിവുണ്ട്, നീ ഹാർഡ് വർക്ക് ചെയ്യും, നിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും, അവരവസരം ഉണ്ടാക്കി തരും. ഇങ്ങനത്തെ ഒരു പോസിറ്റീവ് സർക്കിൾ എനിക്ക് കിട്ടി. അത് എൻ്റെ സുഹൃത്തിന് കിട്ടിയില്ല. അതുകൊണ്ടാണ് കുറഞ്ഞ കഴിവുണ്ടായിട്ടും എനിക്ക് ഇവിടെ എത്താൻ പറ്റിയത്. അതുകൊണ്ടാണ് നല്ല കഴിവുണ്ടായിട്ടും അയാൾക്ക് എത്താൻ പറ്റാത്തത്. രണ്ടാമത്തെ പ്രധാന കാര്യം, എനിക്ക് മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു, 1-2 മെൻറ്റേഴ്സ്. അവർ പറയും, ഈ വിഷയം കൈകാര്യം ചെയ്യണം, പിന്നെ അങ്ങനെ സംസാരിക്കണം, ഇങ്ങനെ സംസാരിക്കും, എക്സാമ്പിൾ വരട്ടെ, ഹ്യൂമറസ് വേണം, അങ്ങനെ
ഈ ഒരു മേഖലയിൽ സംസാരിക്കുക, ആ മേഖലയിൽ സംസാരിക്കുക, അത് പഠിക്കുക, ഇത് പഠിക്കുക, ആ കോഴ്സ് അറ്റൻഡ് ചെയ്യും എന്നിങ്ങനെ പറഞ്ഞ് എന്നെ ഗൈഡ് ചെയ്യാൻ എനിക്കൊരു മാപ്പ് തരാൻ പറ്റിയ നല്ല മെൻറ്റേഴ്സ് എനിക്കുണ്ടായി എന്നുള്ളതാണ്. അത് എൻ്റെ പ്രിയപ്പെട്ട ഹോപ്പിന് കിട്ടിയില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രധാനമായ കാര്യം കൺസിസ്റ്റൻ്റ് എഫേർട്ടാണ്. ഇതിൻ്റെ പിന്നാലെ സൈക്കിൾ എടുത്ത് കൂടാ. ഇതിൻ്റെ പിന്നാലെ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ദിവസവും രാവിലെ ആളുകൾ പറയും നിങ്ങളെ ക്ലാസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയാണെന്ന് പറയും. അപ്പം എല്ലാ ദിവസവും രാവിലെ നേരത്തെ എണീറ്റ് ആ സ്പീച്ചിൻ്റെ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലിടും. അതൊരു 40 ദിവസം വാങ്ങാനും നമ്മൾ കണ്ടിന്യൂ ചെയ്തു. പിന്നെ രണ്ടാമത്തെ ബാച്ച് തുടങ്ങി. അപ്പോഴേക്ക് പ്രോഗ്രാമുകളായി, വീഡിയോസ് ഇടാൻ തുടങ്ങി, ബിസിയായി. അപ്പോൾ കൺസിസ്റ്റൻ്റ് എഫേർട്ടാണ് നമുക്ക് വേണ്ടത്. ഈ 3 കാര്യം ഉണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയും എത്തും. നിങ്ങൾക്ക് ഏത് ഉയരവും എത്തിപ്പിടിക്കാൻ പറ്റും. ലോകത്ത് എന്തൊക്കെ കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ടോ, ഏതൊക്കെ മേഖലയിൽ ഉഷാറായിട്ട് ആളുകൾ ജീവിക്കുന്നുണ്ടോ, അതൊക്കെ നല്ല മെൻറ്റേഴ്സ് ഉണ്ടായതുകൊണ്ടും നല്ല സർക്കിളിൽ എത്തിപ്പെട്ടത് കൊണ്ടും എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് എഫേർട്ട് എടുത്തത് കൊണ്ടുമാണ്. ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്തിപ്പെട്ടാൽ നിങ്ങൾക്കും ജീവിതത്തിൽ വിജയിക്കാം. വീണ്ടും മറ്റൊരാശയവുമായി കാണാം. താങ്ക് യു വെരി മച്ച്.